ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാണ്. വേറെ ഒന്നിനെയും കുറിച്ചല്ല, ഞാൻ പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. രേണു സുധീനെ കുറിച്ചാണ്. അവരെങ്ങനെയോ ആയിക്കോട്ടെ, അത് മാത്രമല്ല നമ്മൾ തന്നെയാണ് അവരെ ഇത്രയും ബാഡ് കമൻസും അതും ഇതും ഒക്കെ പറഞ്ഞ് ഇത്രയും നമ്മൾ ഫേമസ് ആക്കി മുമ്പോട്ട് കൊണ്ടുപോയി ബിഗ് ബോസ് വരെ എത്തിച്ചത്. പിന്നെയും എന്തിനാണ് അവരെ കയറി ഇങ്ങനെ ചൊറിയുന്നത്? അവരവരെ കാര്യം നോക്കി ജീവിച്ചോട്ടെ. എന്തിനാണ് അവര് ബിഗ് ബോസിലെത്തി? അവര് ഒരു കുഞ്ഞിനെ വളർത്തി, ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ വളർത്തി ജീവിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവർ ഡ്രസ്സ് ചെയ്യുന്ന, അവർ ആക്ഷൻ കാണിക്കുന്ന, അവർ വീഡിയോസ് എടുക്കുന്നു, അവർ ബിഗ് ബോസിൽ പോയി. ഓക്കെ, ഇനിയെങ്കിലും അവരെ ചൊറിയാതിരുന്നോടെ, അവര് ജീവിച്ചോട്ടെ. ഞാൻ ആരെ ഇഷ്ടപ്പെട്ടോ സപ്പോർട്ട് അങ്ങനെ ഞാൻ പറയല്ല. എത്രയെന്നും പറഞ്ഞാൽ ഒരു യൂട്യൂബ് തുറന്നാൽ അവരെക്കുറിച്ചുള്ള സംസാരവും ബാഡ് കമൻസും അതും ഇതും മാത്രമാണ്. അപ്പം ഇനിയെങ്കിലും അവരെ വെറുതെ വിട്, അവർ ജീവിച്ചോട്ടെ. നമ്മൾ ജീവിക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള രീതി അവർ ജീവിച്ചോട്ടെ. ഇത് രേണു സുധി മരിക്കുന്നതിന് മുന്നേ വീഡിയോസും ഇതുപോലെ ടിക്ടോക്ക് ഉള്ള സമയത്തും ഒക്കെ ആക്റ്റീവായിരുന്നു പുള്ളിക്കാരി. അപ്പം വെറുതെ നമ്മൾ ചൊറിയാൻ നിൽക്കണ്ട എന്നാ ഞാൻ പറയുന്നുള്ളൂ. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു കുഞ്ഞുണ്ട്, ജീവിച്ചോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള രീതി ജീവിച്ചോട്ടെ. മനുഷ്യന് ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ, യൂട്യൂബ് തുറക്കാൻ വയ്യ, എവിടെയും രേണു സുധി അതിനെ കുറ്റം പറഞ്ഞ അതെന്ത് തെറ്റ് ചെയ്തിട്ട് അവർ ജീവിച്ചോട്ടെ. നമുക്ക് പറയാൻ പല പല കാര്യങ്ങളില്ലേ, എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു ഇവിടെ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കൂ. എത്ര കുഞ്ഞുങ്ങൾ ഇപ്പം പനി വന്ന് മരിക്കുന്നെന്ന് ആർക്കെങ്കിലും ബോധമുണ്ടോ? അതിനെക്കുറിച്ച് പറയൂ. കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റി ഇങ്ങനെ പനി വരാൻ കാരണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് തിരക്കിയോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അതൊന്നും അല്ല രേണു സുധി മുമ്പേ യൂട്യൂബ് തുറക്കാനുള്ള ഒരു ഇതുപോലും പറ്റുന്നില്ല. എന്തിനാണ് ഇത്? കേട്ടിട്ട് ആരും മാറാൻ പോകുന്നില്ലെന്നൊക്കെ അറിയാം, ഇത് തന്നെ സംഭവിക്കത്തുള്ളൂ അറിയാം. എന്നാലും ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. എല്ലാവരും എവിടെ എടുത്താലും വേറെ ആരെങ്കിലും ആയിരുന്നെ ആത്മഹത്യ ചെയ്തേനെ. പിന്നെ തൊലിക്കട്ടി ഭയങ്കര, എന്തിനാ? അവരെ തൊലിക്കട്ടി അവർ ജീവിക്കുന്നു, ജീവിച്ചേ പറ്റൂ. കാര്യം ഒരു ഭർത്താവ് മരിച്ചു പോയെന്നും പറഞ്ഞ് നമുക്ക് കൂടെ മരിക്കാൻ പറ്റും. ആ കുഞ്ഞിനെ എന്ത് ചെയ്യും? കുഞ്ഞിനെ കൊല്ലോ. അപ്പം എല്ലാവരും പറയും അവർക്ക് ജീവിക്കാൻ തൻ്റെ ഇടം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ജീവിക്കാനുള്ള കഴിവില്ല, കഷ്ടപ്പെടാൻ വയ്യ. ഇതിനകത്ത് എന്താ ചെയ്യണ്ടേ? ജീവിച്ചാൽ പറയും അവള് ഭർത്താവ് മരിച്ചിട്ട് അവള് ജീവിക്കുന്നു തൻ്റെ ഇടമായിട്ട്. സത്യം പറ, ഇതിനകത്ത് എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്താലും കുറ്റം പറയരുത്. ഇനിയെങ്കിലും പ്ലീസ് ഒരു അഭ്യർത്ഥനയായിട്ട് എടുക്കുക എല്ലാവരും.